പ്രാർത്ഥനയിൽ സ്വാർത്ഥതകൾ ഉള്ളവരായിട്ട് നമ്മൾ മാറരുത്. നമുക്കൊക്കെ സ്വാർത്ഥതകളുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, എൻ്റെ കാര്യങ്ങള് എല്ലാം നമുക്കുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു പോകുള്ളൂ എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വാർത്ഥനും സ്വാർത്ഥമതിയുമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ പോകരുത്. ഇവിടെ ആയിരിക്കുമ്പോൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടാകണം. അങ്ങനെ ഞാൻ ചുരുങ്ങുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും മാത്രമേ എൻ്റെ പ്രാർത്ഥനയിൽ വരുള്ളൂ. അത് വേണ്ടെന്നല്ല പറഞ്ഞത്, വേണം. അതിനോടൊപ്പം കുറേ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെനിക്ക് എന്തോരം പേരാ ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്ന എത്രയധികം ആൾക്കാരാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം കേട്ട് വിശ്വസിച്ച് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി. ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കുറച്ച് വിരലെണ്ണാവുന്ന കുറച്ച് പേരെ മാത്രം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ പോരാ, എല്ലാവരെയും കൊണ്ടുവരണം, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ ഏറ്റവും വലിയൊരു കാഴ്ചയാകണം നമ്മുടെ പിള്ളി. പ്രാർത്ഥിക്കാം.